സോ ഹലോ, ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന്റെയും നിന്നോടിന്റെയും ബിഹൈൻഡ് ദ സീൻ സ്റ്റോറി പറയാതെ ഞാൻ ഇൻസ്റ്റയിലിട്ട വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നവരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ ബുക്കിന്റെ ഡൈ ഹാർട്ട് ഫാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്താ കാണിക്കാൻ പോണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് കണ്ടന്റ് ഇടണം എന്ന് വെച്ചിട്ട് കുറേ കാലമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ യൂട്യൂബിൽ ഇതുവരെ ഇട്ട ഏത് റീലിനെക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് പോയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളത് ബുക്കിന്റെ റീഡ് ഇടുന്ന സമയത്താണ്. സോ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ ഒരു കൈ വെക്കുന്ന സമയത്ത് ബുക്കിന്റെ കാര്യങ്ങൾ, കഥകൾ പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം എന്റെ ഇൻസ്റ്റാ ചാനലിന് എന്റെ യൂട്യൂബ് ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻസ്റ്റയിൽ ഞാൻ എന്തിടുന്ന സമയത്തും മാക്സിമം റിയൽ ആയിട്ട് റോ ആയിട്ട് പരിപാടി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാലും കുറേയൊക്കെ ഞാൻ കളത്തരങ്ങൾ ചെയ്യാറുണ്ട്. കുറെ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാറുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റിഫൈൻഡ് ആയിട്ടുള്ള വേർഷനാണ് പലപ്പോഴും ഞാൻ ഇൻസ്റ്റയിൽ ഇടാറ്. അപ്പൊ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിമ്നയുടെ കുറച്ചുകൂടി റോ ആൻഡ് റിയൽ ആയിട്ടുള്ള ഒരു വേർഷൻ, ആസ് എ പേഴ്സൺ ഞാൻ ആരാണെന്ന്, എന്റെ സ്റ്റോറീസ് എന്തൊക്കെയാണെന്ന്, ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിന്റെയും നിന്നോടിന്റെയും ഓദർ എന്നതിന് അപ്പുറം നിങ്ങൾ എന്നെ കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് അറിയണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് എല്ലാം കുറേയൊക്കെ എന്റെ തന്നെ സ്റ്റോറീസ് ആയിരിക്കും, അതിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ലൈഫ് ലെസൺസ് ആയിരിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഈ രണ്ട് ബുക്കിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിലേത് ക്യാരക്ടറിനെ കുറിച്ച് ആദ്യം സംസാരിക്കണം, ഏത് ബുക്കിലെ സ്റ്റോറി വെച്ച് തുടങ്ങണം എന്നൊക്കെ കുറെ ആലോചിച്ചു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ നടത്തിയ ട്രാവലിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി കണക്ട് ആയിട്ടുള്ളത് അതിഥിയുടെ കൊൽക്കത്തയിലുള്ള ഒരു ജേണിയാണ്. സോ ഞാൻ വിചാരിച്ചു കൊൽക്കത്തയിലുള്ള അതിഥി എങ്ങനെ ഉണ്ടായി, ആ ഒരു ജേണി എന്താന്നുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിന്റെ ഒരു ഐഡിയ മൈൻഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എഴുതി തീർത്തത് രാഹുലിന്റെ പാർട്ടാണ്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ബുക്ക് വരുമ്പോൾ തന്നെ എന്റെ മൈൻഡിൽ ആകെ ഉണ്ടായ ഒരു തോട്ട് എന്ന് വെച്ചാൽ, രാഹുൽ അതിഥിക്ക് ഒരു കത്തെഴുതുന്നു, അതിഥി കൊൽക്കത്ത പോണു, രാഹുൽ അതിഥിക്ക് ഒരു കത്തെഴുതുന്നു. ഈ ഒരു കാര്യം മാത്രം എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നാച്ചുറലി ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന സ്റ്റോറീസ് ആണ്. ഈവൻ ശരണിന്റെ സ്റ്റോറി ആണെങ്കിലും, പിന്നെ ഈ സ്റ്റോറീസിന്റെ ഇടയ്ക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആണെങ്കിലും, എനിക്ക് ആകെ എന്റെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള ആകെ 3 പ്ലോട്ട് എന്ന് വെച്ചാൽ, ഒന്ന് രാഹുലിന്റെ സ്റ്റോറി, അതിഥി കൊൽക്കത്തയ്ക്ക് പോകുന്ന സ്റ്റോറി, അറ്റ് ദി എൻഡ് ഈ ക്യാരക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു സ്റ്റോറി. അപ്പോ രാഹുലിന്റെ പാർട്ടൊക്കെ എഴുതി കഴിഞ്ഞു, എല്ലാം ഫിക്സ് ആയി. പക്ഷെ കൊൽക്കത്ത അതിഥി പോകുന്നു, പക്ഷെ കൊൽക്കത്തയിൽ അതിഥിക്ക് എന്ത് സംഭവിച്ചു, അതിനെ കുറിച്ച് എന്ത് എഴുതണം എന്നുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ കല്യാണം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. അപ്പൊ ആ സമയത്ത് രാഹുലിന്റെ പാർട്ടെല്ലാം എഴുതി കഴിഞ്ഞു. അപ്പൊ എനിക്ക് കല്യാണത്തിന്റെ ഒക്കെ സമയത്തും ഞാൻ ഈ പുസ്തകത്തിന്റെ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും എന്റെ പാർട്ട്ണർ അക്കി, ഇനിയിപ്പൊ ഞാൻ അക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ഹസ്ബൻഡ് ആണെന്ന് ഊഹിച്ചോണം. ഓക്കെ, അപ്പൊ ഞാനും അക്കിയും കൂടെ ഫസ്റ്റ് ഹണിമൂണിനൊന്നും പോവാതെ ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്തത് നമ്മൾ കൊൽക്കത്തയ്ക്ക് പോകണു. കൊൽക്കത്ത അതിഥി എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും, അതിഥിയുടെ കഥ കൊൽക്കത്ത നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൊൽക്കത്തയ്ക്ക് പോകാൻ തന്നെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ കുറെ റൂംസും ഹോട്ടൽസും ഒക്കെ നോക്കി. അപ്പൊ ഞാനൊരു സജഷൻ വെച്ചു, നമ്മൾ കൊൽക്കത്ത പോയിട്ട് നമ്മൾ ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു റൂം ട്രാവൽ ചെയ്ത് ജസ്റ്റ് കൊൽക്കത്ത നടന്നത് കൊണ്ട് അവിടെ അതിഥി കാണാനിടയുണ്ടാവുന്ന കാഴ്ചകൾ മേ ബി നമുക്ക് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എയർബിഎൻബിയില് കുറെ കാലമായിട്ട് കൊൽക്കത്ത ഉള്ള ഒരു വീട്, ഓക്കെ, കൊൽക്കത്ത തന്നെ കുറെ കാലമായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഹോമാണ് നമ്മൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പൊ ജോയ് ഹെറിറ്റേജ് ഹോം എന്നായിരുന്നു ആ വീടിന്റെ പേര്. അപ്പൊ അതൊരിക്കലും ഒരു വലിയ കംഫർട്ടബിൾ സ്റ്റേ എന്നൊന്നും ഞാൻ പറയില്ല. അത് ആക്ച്വലി ആ കഥയിലോട്ട് ഞാൻ വരാട്ടെ. അപ്പൊ ഞങ്ങൾ ആ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്യുന്നു. ഞങ്ങൾ എയർബിഎൻബി നോക്കിയ സമയത്ത് ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു പഴയ കൊൽക്കത്തയിലുള്ള ഒരു കൾച്ചർ എങ്ങനെ ഉണ്ടായിരിക്കും, ആ വീട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നുള്ളതിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത്. പിന്നെ അത് ഓൾമോസ്റ്റ് ഒരു ദിയോദർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രീറ്റിലായിരുന്നു ആ വീട് വന്നിട്ടുള്ളത്. അത് സെന്റർ ഓഫ് കൊൽക്കത്തയാണത്. ഓക്കെ, അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഞാൻ കൊൽക്കത്തയിലേക്ക് ഫ്ലൈറ്റ് കയറി പോണു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കൊൽക്കത്തയിലോട്ട് ഫ്ലൈറ്റ് കയറി ഞാൻ ആദ്യമായിട്ട് ആ മറ്റേ യെല്ലോ ടാക്സി ഒക്കെ കണ്ട സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീല്. കാരണം ഞാൻ പണ്ട് മുതലേ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് മുതലേ പോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു കൊൽക്കത്ത. കാരണം നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു +2 വരെ ലോകം കണ്ടിട്ടുള്ളത് പുസ്തകങ്ങളിലൂടെയാണ്. അപ്പൊ നമ്മൾ കെ ആർ മീരയുടെ ബുക്കാണെങ്കിലും, അങ്ങനെ നമ്മുടെ പഴയകാല ഓതേഴ്സിന്റെ ബുക്കാണെങ്കിലും, അതിലൊക്കെ മാധവിക്കുട്ടിയുടെ ബുക്സ്
ബുക്സിലൊക്കെ നമ്മൾ കൊൽക്കത്ത ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പുസ്തകങ്ങളിലൂടെ മാത്രം കണ്ടറിഞ്ഞ സിറ്റിയിലോട്ട് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതും ആ സമയത്ത് ഒരു 8, 9, 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റയിൽ ഞാൻ ഒരു സ്റ്റോറി ഹൈലൈറ്റിൽ വരെ ഒരു 4-5 വർഷം മുൻപ് ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള സിറ്റി കൊൽക്കത്തയാണ്. അപ്പൊ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടിരുന്ന ഞാനൊരു ബുക്ക് എഴുതി, അത് സക്സസ് ആയി, അതിന്റെ സെക്കൻഡ് പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട് കിട്ടിയ റോയാലിറ്റി കൊണ്ട് തന്നെ ഞാൻ ആ സ്ഥലത്ത് പോകുന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അതൊരു ഭയങ്കര വലിയ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി കാലുകുത്തിയപ്പോ തന്നെ ഞാൻ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തൊരു സിറ്റി ആയതുകൊണ്ട് ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് ലിറ്ററലി ക്രൈം. ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഞാൻ ഈ യൂട്യൂബിന്റെ മേലെ ഒരു ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ഞാൻ ആ വീഡിയോ വരെ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ സ്ഥലത്ത് പോയി, ഞങ്ങൾ ആദ്യം തന്നെ വീട്ടിലോട്ട് പോവാണ്. ഈ വീഡിയോ ഞാനില്ലേ ഒറ്റ സ്ട്രെച്ചിൽ എടുക്കണം എന്ന് മാക്സിമം വിചാരിച്ചതാണ്, ബിക്കോസ് റോ ആൻഡ് റീൽ ആണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയി, അപ്പൊ എനിക്ക് വീണ്ടും എടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു നീളം മുടിയുള്ള പയ്യനെ കാണാണ്. അപ്പൊ ഇവൻ പറയുന്നു നമുക്ക് നാളെ സംസാരിക്കാം, ലേറ്റ് ആയില്ലേ നിങ്ങൾ കിടന്നു എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പൊ ആ വീട് കണ്ടപ്പോൾ എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടമായി. ഈ വീട് എന്റെ കഥയിൽ വരണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് വീടിന്റെ മേലത്തെ സ്ഥലത്താണ് താമസിച്ചത്, താഴെ ലിവിംഗ് റൂമും കാര്യങ്ങളൊക്കെയാണ്. മേലെ താമസിച്ചപ്പോഴത്തേക്കും ആ വീട് ആക്ച്വലി നമ്മൾ ബുക്കിൽ കാണുന്ന പുഷന്റെ വീടാണ്. ഓക്കെ, ആ വീടാണ് ഞാനത് പുഷന്റെ വീടാക്കിയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആ ബുക്കിൽ പറയുന്ന പോലെ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. ആ റൂം മുഴുവൻ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു. അതിന്റെ ഒന്നിന്റെ പേര് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൊൽക്കത്ത എന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡിൽ ഒരു വീട് എങ്ങനെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, ഓൾമോസ്റ്റ് അങ്ങനെ ഒരു വീടായിരുന്നു അത്. അപ്പൊ ഈ ബുക്ക് എഴുതാൻ നേരം ഞാൻ ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയ സമയത്ത് അതിഥിയുടെ ഒരു ഫസ്റ്റ് 4 ചാപ്റ്ററോളം ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ചാപ്റ്റർ ഞാൻ ഇങ്ങനെയായിരുന്നു എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ പുഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. പുഷന്റെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയ സമയത്ത്. അമ്മ ഡാൻസർ അല്ല, അവർ വേറൊരു ടൈപ്പ് ഓഫ് കൾച്ചറൽ ആയിട്ട് അവർ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അവർ ഇതേപോലെ ഭയങ്കരമായിട്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അതുപോലെ കൊൽക്കത്ത അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വുമണായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയ ഫസ്റ്റ് 2 ദിവസം ഞങ്ങൾക്ക് അവരെ കണ്ട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വരുന്നതിന്റെ എനിക്ക് ഫ്ലൈറ്റ് ഒരു 9 മണിക്കാണെങ്കിൽ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു 1/2 മണിക്കൂറൊക്കെ മുന്നേ ഞാൻ അവരോട് ഒരു 10-15 മിനിറ്റ് ഞാൻ അവിടുത്തെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ദോഹ ഉണ്ടായിരുന്നു, ആ ദോഹ വരെ ഞാൻ എന്റെ ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പുഷനെയും ആ ആന്റിയും കണ്ട സമയത്ത് ഐ വാസ് ലൈക്ക്, ആക്ച്വലി അവന്റെ പേര് പുഷൻ എന്നാണെങ്കിൽ ഞാൻ അവനെ പുഷ്പൻ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അന്ന് മൊത്തം. അപ്പൊ ആ ഒരു റെഫറൻസ് കൂടി ഈ ബുക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് അതിഥി ആക്ച്വലി കൊൽക്കത്തയ്ക്ക് വന്നിട്ട് ഇവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അതിഥി 2 വർഷം കഴിഞ്ഞ് നമ്മുടെ അതിഥിയുടെ കഥ പറയുന്ന സമയത്ത് അതിഥി ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നു. അങ്ങനെ ഇവരുമായിട്ടുണ്ടാവുന്ന അതിഥിയുടെ റിലേഷൻഷിപ്പ്, അങ്ങനെയാണ് ഞാൻ ആക്ച്വലി കഥ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ ഈ കഥ എഴുതി കഴിഞ്ഞ് ഒരു ഹാഫ് ഭാഗത്തോളം എത്തിയ സമയത്ത് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അതിഥിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടൊന്നും കൊൽക്കത്തയിലെ അതിഥിക്ക് സംഭവിച്ചിട്ടില്ല എന്നൊരു തോന്നലുണ്ടായി. കാരണം അതിഥി പുഷന്റെയും ആന്റിയിലും ഡിപ്പെൻഡന്റ് ആണ്, അവരുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവളെ കുറെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിലും ആ ഒരു കംഫർട്ട് സോൺ തന്നെ അതിഥി പെട്ടുപോകല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോഴാണ് ഞാൻ കഥ മൊത്തം മാറ്റി എഴുതിയത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ വന്നതാണല്ലോ, അപ്പൊ ഞാൻ ആക്ച്വലി ഫസ്റ്റ് അതിഥിയുടെ പാർട്ട് എന്താ എഴുതിയെന്നുള്ളത് ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കാം കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്, 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട്. സെക്യൂരിറ്റി ഗാർഡിന്റെ ഉച്ചത്തിലുള്ള വിസിലടി ശബ്ദം കേട്ട് അതിഥി വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്നും കണ്ണെടുത്ത് വാച്ചിലേക്ക് നോക്കി. സമയം കൃത്യം 4:50. എന്നത്തെയും പോലെ കൃത്യം 5 മണിക്ക് സെമിത്തേരി അടയ്ക്കാനുള്ള തിടുക്കത്തോടെ ഗാർഡ് മയൂക്ക് ചുറ്റും നടന്നുകൊണ്ട് എല്ലാവരെയും ഗേറ്റിനടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവൾ നിലത്തെ പുല്ലിൽ അലക്ഷ്യമായി കിടന്നിരുന്ന അവളുടെ പുസ്തകങ്ങളും വാട്ടർ ബോട്ടിലും ബാഗിലേക്ക് ഒതുക്കി വെച്ചു. ഇത് ആക്ച്വലി നമ്മൾ ഈ ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിഥി അവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു. ഓക്കെ, കൊൽക്കത്തയിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അപ്പൊ ബുക്കിലോട്ട് വരുമ്പോൾ ഇത് ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബുക്കിന്റെ ലെങ്ത് കാരണം എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നതാണ്. അപ്പൊ അതിഥി ആ സെമിത്തേരിയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. അവിടുത്തെ ആളുകളായിട്ട് അതിഥി ഭയങ്കര കണക്റ്റഡ് ആണ്, ഭയങ്കര ക്ലോസ് ആണ് എന്നുള്ളൊരു കഥയൊക്കെ കൊടുത്തിട്ട്, എന്നിട്ട് അതിഥി നേരെ ഈവനിങ് ഇവരുടെ വീട്ടിലോട്ട് പോവാണ്. അതിഥി താമസിക്കുന്ന പുഷന്റെ ഒക്കെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ അപ്പൊ ആ സമയത്ത് അവർക്ക് രാഹുൽ ഒരു കത്ത് വരുന്നതായിട്ടായിരുന്നു ആക്ച്വലി ആ ഫസ്റ്റ് ചാപ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് മൊത്തം റീറൈറ്റ് ചെയ്യാനുണ്ടായത്.
അപ്പം ഈ കഥ മാറ്റി എഴുതുന്ന സമയത്ത് നമ്മള് ബാംഗ്ലൂർ നിങ്ങൾ കണ്ട അതിഥിന്ന് കൊൽക്കത്തയിലുള്ള അതിഥിയിലോട്ട് കാണുമ്പോൾ അത് ഒരുപാട് മാറിയല്ലോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ആ ഒരു കിക്ക് ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് മൊത്തം മാറ്റി എഴുതി അതിഥിയെ നേരെ ഒരു കോർപ്പറേറ്റ് ഓഫീസിലോട്ട് പറിച്ചു നട്ട് അവിടെ ഒരു ബോസി ആയിട്ടുള്ള ലേഡി ആയിട്ട് നമ്മൾ അതിഥിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് ആളുകൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഇതില് വേറൊരു ഞാൻ മനഃപൂർവ്വം വരുത്തിയിട്ടുള്ള ഒരു മാറ്റമുണ്ട്. ഞാൻ ഫസ്റ്റ് രാഹുലിന്റെ ലെറ്റർ അതിഥിക്ക് കിട്ടുന്ന സമയത്ത്, സോ മഹാദേവിന്റെ പേരിലുള്ള രാഹുലിന്റെ ലെറ്റർ അതിഥിക്ക് കിട്ടുന്ന സമയത്ത് അതിഥി ഭയങ്കരമായിട്ട് ആ ലെറ്ററിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതിഥി ആ ലെറ്ററിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വെറീഡ് ആവുന്നതും അതിഥി അപ്പൊ തന്നെ അതിഥിയുടെ ലയനെ വിളിച്ചിട്ട് ഈ ലെറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അതിഥി ഒരുപാട് മൂവ് ഓൺ ആയല്ലോ, അതിഥിയുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? പണ്ട് നമുക്കൊരു 4-5 വർഷം മുൻപേ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും പല 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 ഇൻസിഡൻസും കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് അതേ ഇമ്പാക്റ്റോടെ നമുക്ക് അതിനെ കുറിച്ച് ഓർക്കാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, പണ്ടൊക്കെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച പല ഫോട്ടോസ് ഉണ്ടാവും, പല മെമ്മറീസ് ഉണ്ടാവും. അപ്പൊ അന്നൊക്കെ അത് നഷ്ടമാവുന്നതിന് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. നമ്മൾ ഓരോ ഫോൺ നമ്മൾ മാറ്റുമ്പോഴും നമ്മൾ ഈ ബാക്കപ്പ് ചെയ്ത് നമ്മൾ ലാപ്പിലൊക്കെ അത് ഇങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കും. പക്ഷെ ഇന്ന് ചിലപ്പോൾ നമുക്ക് ആ ഫോട്ടോ നഷ്ടമായാലും നമ്മുടെ കയ്യിൽ അത് ഇല്ലെങ്കിലും നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ മഹാദേവ് എന്നുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ശരൺ എന്നുള്ള ക്യാരക്ടർ ഇവരൊക്കെ അതിഥിയുടെ പാസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ പാസ്റ്റിലെ ഒരു കാര്യം വീണ്ടും കണക്ട് ചെയ്ത് വരുമ്പോൾ ഇന്നത്തെ അതിഥി അത്ര എക്സൈറ്റഡ് ആയിരിക്കില്ല എന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് വീണ്ടും എഴുതിയിട്ട് വീണ്ടും റീറൈറ്റ് ചെയ്ത് ഇപ്പൊ നിങ്ങളൊരു കാണുന്ന ഒരു വേർഷനിലോട്ട് അതിഥി വരുന്നത്. പിന്നെ അതിഥിയുടെ മൊത്തത്തിലുള്ള പറയുന്ന സമയത്ത് നമ്മൾ അതിഥിക്ക് ഒരു കാറ് ആഡ് ചെയ്യുന്നുണ്ട്. കാറിന്റെ പേഴ്സണൽ എലമെന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഈ ബുക്ക് എഴുതുന്നതിന്റെ ഒരു മിഡ് ആയപ്പോഴേക്കും ഞാനും ഒരു വണ്ടി എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ആ ഒരു അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് തന്നെ ചോദിക്കണ്ടേ, ഞാൻ ഈ ബുക്കിന്റെ കഥ പറഞ്ഞ സമയത്ത് നീ ഒരു 3 വർഷം മുൻപുള്ള നിമ്നയല്ലല്ലോ ഇപ്പൊ ഉള്ളത്, ഒരുപാട് ചേഞ്ച് നിനക്ക് വന്നിട്ടില്ല, എന്തൊക്കെയാണ് എവിടേക്കാണ് നീ മാറിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആക്ച്വലി പറയാം, ഞാൻ ഭയങ്കര സൂപ്പർ ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോ പണ്ടത്തെ പോലെ ഞാൻ ഒരു ആവശ്യത്തിന് പോലും ഒരാളെയും ആശ്രയിക്കാത്ത ഒരാളെ മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതങ്ങനെ അത് കംപ്ലീറ്റ്ലി ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ക്യൂർ ആക്കാതെ ഞാൻ വേറൊരാളോട് സംസാരിക്കില്ല. അപ്പൊ ആ രീതിയിൽ ഞാൻ അത്ര ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ അതിഥിയും ആ ഒരു ഇൻഡിപെൻഡൻസ് അതിഥിക്ക് കാണിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷാനയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിഥി. അപ്പൊ കുറച്ചുകൂടി ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നപ്പോഴാണ് ഇഷാനിയുടെ ക്യാരക്ടർ വരുന്നത്. അപ്പൊ ഇഷാനയുടെയും പുഷന്റെയും ക്യാരക്ടർ നമ്മൾ ഒരുപാട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. ആ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ ഒരു പകുതി എത്തുമ്പോൾ തന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും ഇങ്ങനെ രണ്ടുപേരുടെ ബന്ധങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്കത് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു എൻഡിങ് കൊടുക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ വളർന്നിട്ടുള്ള കണ്ടിട്ടുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ അതില് അതിഥി വളരെ ക്ലെവർ ആയിട്ട് അതിഥി ഇഷാനയുടെയും പുഷന്റെയും കാര്യത്തിൽ അതിഥി പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടുപേർക്കിടയിൽ മാത്രം വേരു പിടിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അപ്പൊ അത് അവർക്കിടയിൽ മാത്രം തളിക്കുകയോ കൊഴിയുകയോ ചെയ്യട്ടെ, വേറൊരാൾ വന്നിട്ട് അതിന് വെള്ളവും വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതേപോലെ തന്നെ പുഷന്റെയും ഇഷാനയുടേതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഒരുപാട് നമ്മളൊരു കൺക്ലൂഷൻ കൊടുത്ത് കെട്ടിപ്പൂട്ടി വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ എൻ്റെ ചെയ്തത്. പിന്നെ നമ്മൾ അതില് വിവാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എഴുതുന്നുണ്ട്. ആക്ച്വലി വിവാന്റെ കഥ ഞാൻ എഴുതിയ സമയത്ത് ഞാൻ അവര് ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി ഇവാനും അതിഥിയും മീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ആദ്യം ഞാൻ എഴുതി വന്നിട്ടുണ്ടായത്. ആൻഡ് നിങ്ങൾ ആ ബുക്കിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവാനും അതിഥിയും തമ്മിൽ ഉണ്ടായിരുന്നു ആ ബുക്ക് എഴുതിയ സമയത്ത്. പക്ഷെ എഡിറ്റിങ്ങിന്റെ സമയത്ത് എന്റെ എഡിറ്റർ അത്ര റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ട് അയാൾ അത് വെക്കി മാറ്റുന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വരുന്നു, ജസ്റ്റ് ഡേറ്റിന് പോകുന്നു എന്നുള്ള രീതിയിൽ അതാക്കി. പക്ഷെ അതെനിക്ക് തോന്നും അതിഥി എന്നുള്ളൊരു ക്യാരക്ടറിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മാറ്റുന്നത് അതിഥി വിവാന്റെ കാര്യത്തിലൊക്കെ എടുക്കുന്ന കുറെ സ്റ്റാൻഡാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിഥിയുടെ ക്യാരക്ടർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു അതിഥിയുടെ ഫുൾ ചാപ്റ്ററിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് അതിഥിയും രാഹുലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിഥി കൊൽക്കത്ത കോഫി ഹൗസിൽ പോകുന്ന ഒരു സീനാണ്. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഫിക്സ് ആയിട്ട് പോയിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ കോഫി ഹൗസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ സ്ക്രീൻഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കോഫി ഹൗസിന്റെ ഇഷ്ടംപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും അക്കിയും കൂടെ അന്ന് ഈവനിങ് കൊൽക്കത്ത കോഫി ഹൗസിൽ പോകുന്ന സമയത്ത് ഞാൻ കുറേ കാലം
കാലമായിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസിൽ കണ്ടിട്ടുള്ള എന്റെ മൈൻഡിൽ എനിക്ക് അറിയായിരുന്നു ഇവിടെ വെച്ചാണ് അതിഥി രാഹുലിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവർ ഏത് ബെഞ്ചിലിരിക്കണം, എവിടെ ഇരിക്കണം, അവർ എന്ത് കുടിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോടെയാണ് ഞാൻ കൊൽക്കത്ത കോഫി ഹൗസ് പോകുന്നത്. അപ്പൊ ഞാൻ ആ ബുക്കിൽ എഴുതിയ പോലെ തന്നെയുള്ള ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ കോഫി കുടിക്കുന്ന സമയത്ത് ഐ വാസ് ലൈക്ക് എന്റെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതിഥി അവിടെ ഇരിക്കുന്നു, രാഹുൽ ഇങ്ങനെ പറയുന്നു വരുന്നു, അവൾ തിരിഞ്ഞു നോക്കുന്നു. അപ്പൊ അതിഥിയുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് എന്തായിരിക്കും, അവൻ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ കോഫി ഹൗസിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞതിന്റെ മൊത്തം ഫോട്ടോസും കാര്യങ്ങളും എനിക്ക് അത്ര എഡിറ്റിംഗ് ഞാൻ പഠിക്കുവാണെങ്കിൽ ഞാൻ ഇതിന് മേലെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്ട് ആവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിഥിയുടെ സ്റ്റോറി ഞാൻ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അതിഥിയുടെ സ്റ്റോറി എഴുതുന്ന സമയത്ത് എനിക്കറിയായിരുന്നു അതിഥിയുടെ സ്റ്റോറി അത്ര എക്സൈറ്റിംഗ് ആവാൻ പോണില്ല എന്നുള്ള കാര്യം. കാരണം മൂവ് ഓൺ ചെയ്ത ഒരാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അതിഥിയുടെ ലൈഫിൽ ഉണ്ടാവാൻ പറ്റുള്ളൂ. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറെ സംഭവ വികാസങ്ങൾ കൊടുത്ത് അതിഥിയുടെ സ്റ്റോറി എക്സൈറ്റിംഗ് ആക്കുക എന്നുള്ളതിനേക്കാളും അതിഥിക്ക് വരുന്ന ലെറ്റേഴ്സ് വഴിയിട്ട് അതിഥിയുടെ സ്റ്റോറി എക്സൈറ്റിംഗ് ആക്കുക. അപ്പൊ ആരാണെങ്കിൽ ലെറ്റർ അയക്കുന്നത് ഓരോ ചാപ്റ്ററിലും ഓരോ എക്സൈറ്റിംഗ് എലമെന്റ്സ് ഉണ്ടാവണം എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതിഥിയുടെ ചാപ്റ്റർ നിങ്ങൾ വായിക്കുന്നത് അതിഥിയുടെ സ്റ്റോറി അറിയുന്നതിനേക്കാളും ക്യൂരിയസ് ആയിട്ട് ആരാണ് ഈ ലെറ്റർ അയക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും. അവസാനം രാഹുൽ വരുന്ന സമയത്ത് ആരാണ് രാഹുൽ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ വായിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ രാഹുലിന്റെ കഥ പറഞ്ഞു കഴിയുമ്പോൾ ശരണിന് പറയാനുള്ളത് എന്താവുന്നുള്ളത് കൊണ്ട് നിങ്ങൾ തേർഡ് പാർട്ടിൽ എത്തും എന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു ഹുക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് ആ സ്റ്റോറി എഴുതുന്നത്. അപ്പൊ എനിക്ക് പിന്നെ ഈ ബുക്ക് എഴുതുമ്പോൾ എനിക്ക് ഓഫ് കോഴ്സ് അറിയായിരുന്നു നമ്മൾ പ്രേമത്തിൽ എല്ലാവരും ഇങ്ങനെ മേരി 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 എന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മലർന്നു പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു പോലെ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ എല്ലാവരും അതിഥി എന്ന് പറഞ്ഞ് പോയിട്ട് മെഴി എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരും എന്നുള്ളൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. അപ്പോ അതിഥിയുടെ ഒരു മൂൺ സ്റ്റോറി മാത്രം വെച്ചുകൊണ്ട് ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുക എന്നുള്ളത് ഒട്ടും പ്രാക്ടിക്കൽ ആയിരുന്നില്ല. കാരണം അതിൽ മാക്സിമം നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, എനിക്ക് അതിലുള്ള ലിമിറ്റേഷനെ കുറിച്ച് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രാഹുലും ശരണും ഒരു ഫൈനൽ പാർട്ടൊക്കെ വെച്ചിട്ട് അത്രയും രീതിയിൽ ആ ബുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് അതിഥിയുടെ സ്റ്റോറീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ മേ ബി നെക്സ്റ്റ് എപ്പിസോഡിൽ ഐ വിൽ ടോക്ക് അബൌട്ട് മിഡി. കാരണം നമുക്ക് ആദ്യം ലേഡീസ് ഫസ്റ്റ് ആയിട്ട് എടുക്കാം, പിന്നെ നമുക്ക് ശരണിനെ കുറിച്ചും രാഹുലിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ സ്റ്റോറീസ് ഞാൻ ഫസ്റ്റ് ആണ് ഇങ്ങനെ ഒരു വൺ ടേക്കിൽ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ മണ്ടത്തരങ്ങളും ഉണ്ടാവും. മണ്ടത്തരങ്ങളെക്കാളും കൂടുതൽ ഞാൻ അത്ര എക്സൈറ്റിങ്ങോ ഇൻട്രസ്റ്റിങ്ങോ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ടു ബി ഫ്രാങ്ക്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്താനോ അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ട് എന്റർടൈൻ നിർത്താനോ ഒന്നും അറിയുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്, അങ്ങനെയല്ലേ പറയാം, മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ അതിൽ വേറൊരു കാര്യം എന്ന് പറയും, ഇത് എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റാതെ പോയിട്ടുണ്ട്. കുറെയൊക്കെ ഞാൻ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ച് കുറെ കാര്യങ്ങൾ എന്നോട് അങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു 20 വീഡിയോസ് ഒക്കെ ഞാൻ എന്തായാലും ഇടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ ഒരു 20 വീഡിയോസ് എത്തുമ്പോഴേക്കും കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ടോക്ക് അബൌട്ട് മെഡി. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺഡ് ആൻഡ് അങ്ങനെയല്ലേ പറയാം, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതെല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, ബൈ.